എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇക്ഷിതയുടെയും മഹേഷിന്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കാരണം നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് വേണം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോകുന്ന എല്ലാം മറന്ന് ഇഷിതയും മഹേഷും ഒന്നായിട്ട് പോവാണ്. ഇത്രയും കാലത്തെ ശത്രുതയൊക്കെ അവർ മാറ്റി വെക്കുകയാണ്. അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ചിപ്പിമോളെ കാണാനായിട്ട് ഇഷിത എത്തുന്നുണ്ട്. അങ്ങനെ ചിപ്പിമോളോട് പറയണം, അതെ ഞാനൊരാളെ കാണാൻ വേണ്ടിയിട്ട് എവിടെ വന്നേന്നൊക്കെ പറയണം. ചിപ്പിമോൾ കാണാമെങ്കിൽ ഷിയാമ്മയുടെ കല്യാണം എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എന്തെന്നില്ലാതെ സന്തോഷം തോന്നി. ചിപ്പിമോള് പറഞ്ഞു, അതെ എന്നെയും കൂടെ കൊണ്ടുപോകണം, കല്യാണം കഴിച്ച് പോകുമ്പോൾ എന്നെയും കൂടെ കൊണ്ടുപോകണം എന്നൊക്കെ പറയാം. ഇത് കേട്ടതും ഇഷിതയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. ചിപ്പിമുള നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷ് അവിടെ നോക്കുമ്പോൾ കഴിയുമ്പം തന്റെ മോളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന ഇഷിതേനെയാണ് കണ്ടത്. ഒരു നിമിഷം മഹേഷിന്റെ നെഞ്ചൊന്ന് പിടിഞ്ഞു. കാരണം എത്രമാത്രം ഇഷിത തന്റെ മോളെ സ്നേഹിക്കുന്നുണ്ട് എന്നൊരു സത്യം ആ സമയത്ത് മഹേഷ് തിരിച്ചറിയുമായിരുന്നു. ഒരു പക്ഷെങ്കിൽ ഇവളുടെ കയ്യിലുള്ള തന്റെ മോള് ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം സുരക്ഷിതയായിരുന്നേനും എത്രമാത്രം സന്തോഷത്തോടുകൂടി തന്റെ മോളെ ഇവള് നോക്കിയാനും പൊന്നുപോലെ നോക്കിയാനും. കാരണം മഹേഷും ഇഷിതയും തമ്മിൽ പുറമേ ഉള്ള ശത്രുതയ്ക്കേ ഉള്ളൂ, പക്ഷെ അവരുടെ ഉള്ളില് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ അവസാനം ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പത്തേനും മഹേഷിന് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അപ്പോഴാണ് ചിപ്പിമോള് മഹേഷിനെ കാണുന്നത്. ദേ ഡാഡി എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് നോക്കണം. അപ്പോഴാണ് ഇഷിതയും മഹേഷിനെ കാണുന്നത്. പിന്നീട് ചിപ്പിമോള് ഓടി മഹേഷിന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. മഹേഷ് ചിപ്പിമോളെ കോരിയെടുത്ത് ഉമ്മ വെക്കുന്നുണ്ട്. അല്ല ഡാഡി എന്താ ഇവിടെയെന്ന് ചോദിക്കാം. അതെ ഞാനൊരാളെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാണ്. ഇത് കേട്ടതും ചിപ്പിമോള് പറഞ്ഞു, അതെ ഡാഡി എന്നെ എപ്പോഴാ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ചോദിക്കാം. അതെ മോളെ അധികം വൈകാതെ തന്നെ കൊണ്ടുപോകട്ടോ. അല്ല മോളെന്താ ഇവിടെ? അതെ അമ്മയാണ്ട് ഇവിടെ ബ്യൂട്ടി പാർലർ വന്നാണ്. അപ്പൊ ഞാനിവിടെ നിന്ന് കളിച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോഴേ ഇത് ഷിയാമനെ കാണുന്നേന്ന് പറയണം. ആണോ? അതെ മോളൊന്ന് പോയി കളിച്ചോട്ടോളം പറയണം. അത് ഡാഡി വന്ന് തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറയുന്നുണ്ട്, കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയം ഇഷിത എന്ത് ചെയ്യണം? ഇഷിത അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയി. കാരണം അവിടെ നിൽക്കേണ്ട കാര്യം തനിക്കില്ലല്ലോ എന്നോർത്തണ്ട് അകത്തേക്ക് അവിടെ കയറിപ്പോണം. ഇപ്പോഴേക്കും അകത്ത് മാഷുണ്ടായിരുന്നു. മാഷിനെ കണ്ടതും ഇഷിത അങ്ങോട്ട് ചെല്ലുവാണ്. മാഷി ചാഹാ മോളെ കാണാൻ ഇപ്പൊ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആഷിതയും പ്രിയാമണി എല്ലാരും വരുവാണ്. ആകെപ്പാടെ ഒന്ന് നോക്കി. പിന്നീട് ആഷിത പറഞ്ഞു, ഇപ്പൊ എന്താണെങ്കിലും ഇതേ എന്റെ അനിയത്തിനെ കണ്ടാൽ നല്ല അപ്സരസിനെ പോലെ ഉണ്ടെന്ന് പറയാം. വേണ്ട വേണ്ട ആഷ് ചേച്ചി അത്ര എന്നെ അങ്ങോട്ട് പൊക്കി വിടല്ലേ എന്ന് പറയാണ്. പ്രിയാമണി പറഞ്ഞു, പൊക്കിയതൊന്നും അല്ല, ഉള്ള സത്യമായിട്ടുള്ള കാര്യം പറഞ്ഞെന്ന് പറയാണ്. ഇപ്പൊ എന്റെ മോളെ കണ്ട ആരാണെങ്കിലും ഇഷ്ടപ്പെടുമെന്ന് പറയാണ്. ഇത് കേട്ടപ്പോ മാഷ് പറഞ്ഞു, അത് പിന്നെ എന്റെ മോളല്ലേ എന്ന് പറയാം. പിന്നെ പിന്നെ എന്റെ മോളാണ് പോലും, അപ്പൊ പിന്നെ ഞാൻ ആരാന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ആഷ് തോന്നി, നിർത്ത് രണ്ടുപേരുടെ അടി നിർത്തിയേക്കാൻ പറയാണ്. പിന്നീട് ആഷ് ചോദിച്ചു, അല്ല കാണാൻ പോകുന്ന ചെക്കനെ കുറിച്ച് ഓർത്തിട്ട് ടെൻഷനൊക്കെ ഉണ്ടോന്ന് ചോദിക്കുക. എന്തിന്? എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. എന്റെ അച്ഛൻ എനിക്കായിട്ട് കണ്ടെത്തിയ ബന്ധമല്ലേ, അപ്പൊ എന്താണ് ഒരിക്കലും മോശമാവാൻ വഴിയില്ലെന്ന് പറയാം. പ്രിയാമണി പറഞ്ഞു, ഓ അച്ഛൻ കണ്ടെത്തിയതുകൊണ്ട് കുഴപ്പമില്ലല്ലേ. ഇപ്പൊ അമ്മയാണെങ്കിൽ ഈ പരിസരത്തേക്ക് പോലും നീ വരത്തില്ലായിരുന്നല്ലോ. അത് പിന്നെ അങ്ങനെയൊന്നും ഇല്ല. മാഷ് പറഞ്ഞു, അതെ ഒരു കാര്യം ചെയ്യാം, ഇവൾ ആദ്യം പോയി കാണട്ടെ, ഇവർ രണ്ടും സംസാരിച്ച് ഓക്കെ ആയതിനു ശേഷം നമ്മൾ പോയി കണ്ടാൽ മതിയില്ലേന്ന് ചോദിക്കുക ചെറുക്കനെ. അതുകൊണ്ടിപ്പോ പ്രിയാമണി പറഞ്ഞു, അല്ല നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോകുന്നതിന് എന്താ കുഴപ്പം? അത് വേണ്ട, ഇവർ രണ്ടുപേരും തമ്മിൽ ഇഷ്ടമായിട്ടുണ്ട്, പിന്നെ നമ്മൾ പോയാൽ പോരെ. പിന്നെ ഇവർക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടോന്ന് അറിയത്തില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം, മോളകത്തേക്ക് എല്ലാം പറയാണ്. അങ്ങനെ ഇഷിതേനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ആ സമയത്ത് ചിപ്പിമോളോട് കുറെ സമയം സംസാരിച്ചിട്ടാണ് മഹേഷ് അകത്തേക്ക് വരുന്നത്. അപ്പൊ അവര് ബാക്കിയുള്ളവരും പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഹേഷ് അകത്തേക്ക് ചെല്ലുക. അകത്തേക്ക് ഇന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഒരു ടേബിളിനരിയില് ഇഷിത ഇരിക്കുകയാണ്. പക്ഷെ ഇഷിതയാന്ന് അറിയത്തില്ല. മഹേഷ് ചെന്ന് കഴിയുമ്പോഴത്തേനും പുറന്നിരിഞ്ഞിരിക്കുന്ന കണ്ടേ. ആരായിരിക്കും പോലും ആ പെൺകുട്ടി എന്നുള്ള ആകാംക്ഷയോട് കൂടി അങ്ങോട്ട് ചെല്ലുന്നത്. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനുമാണ് ടേബിളിന്റെ അടുത്ത് ഇഷിത ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരു നിമിഷം മഹേഷ് ഞെട്ടി, ഇവളെന്തിനാ പോലും ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. പിന്നീട് മഹേഷിനെ കണ്ടതും ഇഷിത ഞെട്ടി, ഇയാൾ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പെട്ടെന്ന് മഹേഷ്, നീ എന്തിനാ ഇങ്ങോട്ട് വന്നിരിക്കണമെന്ന് ചോദിക്കുക. അതെ ഞാൻ ഇവിടെ ഒരാൾ കാണാൻ വേണ്ടി വന്നാന്ന് പറയണം. അല്ല നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? എവിടെ ചെന്നാലും കാണുമല്ലോ, അവിടെ നിങ്ങളെ കാണുമല്ലോ എന്ന് പറയാം. അത് ഞാനും ഒരാളെ കാണാൻ വേണ്ടി വന്നാന്ന് പറയാണ്. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീടാണ് അവരാ സത്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. കാരണം അച്ഛൻ തനിക്കായിട്ട് കണ്ടെത്തിയ പെൺകുട്ടി ഇഷിതയാന്നുള്ള സത്യം മഹേഷും, തനിക്കായി കണ്ടുവച്ചിരുന്ന ചെറുക്കൻ മഹേഷാന്നുള്ള സത്യം ഇഷിതയെ അറിയുന്നത്. ഒരു നിമിഷം അവരെന്ന് രണ്ടുപേരും ഞെട്ടിപ്പോയി. അപ്പോഴേക്കും മാഷും രാമനാഥനും കൂടെ അങ്ങോട്ട് വരുവാണ്. പിന്നീട് അവരോട് പറഞ്ഞു, അതെ ഞങ്ങള്
രണ്ടുപേരും കൂടെ എടുത്തൊരു തീരുമാനമാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താണല്ലോ ഇഷ്ടമാണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിക്കുന്നവരോട്. ഇനി നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറയാം. ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, അച്ഛൻ എന്തൊക്കെയാ പറയണേ, ഇവിടെ കല്യാണം കഴിക്കണം, അതൊന്നും നടക്കുന്ന കാര്യമല്ലെന്ന് പറയണ. ഈ സമയം ഇഷിതയും പറഞ്ഞു, അച്ഛാ എനിക്ക് പറ്റില്ല ഇയാളെ കല്യാണം കഴിക്കാനെന്ന് പറയണം. ഇങ്ങനെ ഒരു ബന്ധമായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനും കൂടെ കാണാൻ പോലും വരത്തില്ലായിരുന്നല്ലോ. അച്ഛൻ എന്തുകൊണ്ടാണ് ഇത് പറയാത്തേന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു, മോളെ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ കുറച്ചേരം സംസാരിക്കുക, മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറ. നിങ്ങൾക്ക് പൂർണ്ണ സമ്മതം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ വിവാഹം ഞങ്ങൾ നടത്തുള്ളൂ. അറിയാലോ, പുറത്ത് എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അതൊന്നും നിങ്ങൾ മൈൻഡാക്കേണ്ട കാര്യമില്ല. നിങ്ങൾ രണ്ടുപേരുടെ ഇഷ്ടം അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. നിങ്ങൾ സംസാരിച്ചൊരു തീരുമാനം എടുക്കുക, ഞങ്ങൾ പുറത്തുണ്ടാവും. തൽക്കാലത്തേക്ക് ഇത് അമ്മയോടൊന്നും ഞാൻ പറയുന്നില്ല എന്ന് മാഷ് പറയണം. നിങ്ങൾ തമ്മിൽ സംസാരിച്ച് തീരുമാനം എടുത്തതിന് ശേഷം മാത്രമേ ഞാൻ അറിയിക്കുന്നുള്ളെന്ന് പറയണം. രാമനാഥൻ അങ്ങനെ തന്നെ പറയണം. എന്നിട്ട് അവർ പുറത്തേക്ക് പോവാ. ഈ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ഇഷിതയും മഹേഷും കണ്ണോട് കണ്ട് നോക്കിയിരിക്കുകയാണ്. ഈ സമയം മഹേഷ് പറഞ്ഞു, എൻ്റെ അച്ഛൻ പറഞ്ഞപ്പോൾ അത് നീ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു പറയണം. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ ഇഷിതയെ അങ്ങനെ തന്നെ പറയണം. പിന്നീട് ഇഷിത പറഞ്ഞു, ഇപ്പോഴും ഞാൻ ചിപ്പിമോളെ കണ്ടു. ചിപ്പിമോളുടെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയാവോ? ഞാൻ അവളുടെ ജീവിതത്തിലേക്ക് വരണം എന്നുള്ള ആഗ്രഹമാണ്. പക്ഷെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ വരാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ലെന്ന് പറയണം. പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഓരോന്നൊക്കെ പറയണം. അവസാനം അവര് തിരിച്ചറിഞ്ഞു. കാരണം എത്രയൊക്കെ അടിയുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവർ തമ്മിൽ മനപ്പൊരുത്തമുണ്ട്, അവരുടെ മനസ്സിലൊരു ഐക്യം ഉണ്ടെന്നുള്ള കാര്യം തിരിച്ചറിയാണ്. പിന്നീട് മഹേഷ് പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് സത്യസന്ധമായിട്ട് ഉത്തരം പറയണമെന്ന് പറയാം. ഇത് കേട്ടതും ഇഷിത ചോദിച്ചു, എന്താ മാഷെ ചോദിച്ചോളാൻ പറയണം. അല്ല, എനിക്ക് എൻ്റെ ചിപ്പിമോൾക്കൊരു അമ്മേനെ വേണം. ഞാൻ എന്താണെങ്കിലും കല്യാണം കഴിക്കണം. കല്യാണം കഴിക്കാതിരിക്കാനായിട്ട് വീട്ടുകാർ സമ്മതിക്കത്തില്ല. എപ്പോഴാണെങ്കിലും ഞാനൊരു കല്യാണം കഴിക്കണം. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചിപ്പിമോളെ പൊന്നുപോലെ നോക്കുന്ന ഒരാൾ എൻ്റെ കുടുംബത്തിലേക്ക് വന്നു ചേരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇഷിതയ്ക്ക് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റുമോ? എൻ്റെ ചിപ്പിമോളുടെ അമ്മയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ഇഷിത ഒന്ന് ആലോചിച്ചു. തന്നെ എന്താള് കെട്ടിച്ചു വിടും അച്ഛന്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ചിപ്പിമോളുടെ അമ്മയായിക്കൂടാ? ചിപ്പിമോളുടെ അമ്മയാവുകയാണെങ്കിൽ ചിപ്പിമോൾക്ക് സന്തോഷം. ഇപ്പൊ പോലും അവള് തന്നോട് പറഞ്ഞ് എൻ്റെ അമ്മയായിട്ട് വരുവാന്ന്, ഞാനെങ്കിൽ ഷിയാമ്മയുടെ കൂടെ വരുമെന്നൊക്കെയാ പറഞ്ഞേ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ഇഷിതയുടെ മനസ്സിലുണ്ട്. ഇഷിത പറഞ്ഞു, ചിപ്പിമോൾക്ക് അമ്മയാവാണ്ടിരിക്കും ഒത്തിരി ഇഷ്ടമുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളോടൊപ്പം എന്ന് പറഞ്ഞ് നിർത്തണം. മഹേഷ് പറഞ്ഞു, അതെ എന്നോടൊപ്പം ജീവിക്കണമെന്ന് അങ്ങനെ ഞാൻ പറയില്ല. കാരണം ചിപ്പിമോളുടെ അമ്മയെ മാത്രം മതി. വേറൊരു കാര്യത്തിൽ ഞാൻ നിർബന്ധിക്കില്ല. കാരണം ഒരു കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ രണ്ട് ആൾക്കാർ തമ്മിൽ ഒരുമിച്ചുള്ള ഒരു ഇഷ്ടം, പിന്നീട് അവരോട് മുന്നോട്ടുള്ള ജീവിതം അല്ലേ. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് എന്തിനും ഞാൻ തയ്യാറാന്ന് പറയാണ്. ഇഷിതയുടെ ഇഷ്ടം കൂടെ അറിഞ്ഞിട്ട് വേണം എനിക്ക് മുന്നോട്ട് പോകാനെന്ന് പറയാം. അവസാനം ഇഷിത പറഞ്ഞു, എനിക്ക് ഇഷ്ടമാണെന്ന് പറയാണ്. അങ്ങനെ പരസ്പരം അവർ രണ്ടുപേരും സമ്മതിക്കുകയാണ്. ചിപ്പിമോൾക്ക് വേണ്ടിയിട്ട് അവരാ കരാറിൽ ഒപ്പിടുന്ന പോലെ തന്നെ അവർ പരസ്പരം സമ്മതിക്കുകയാണ്. എന്തെന്നില്ലാതെ സന്തോഷം മഹേഷ് തോന്നി. അതുപോലെ തന്നെ ഇഷിതയ്ക്കും. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം ഇവരുടെ വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷ് പറഞ്ഞു, എൻ്റെ അച്ഛന് മാത്രമേ ഈ കാര്യങ്ങൾ അറിയുള്ളൂ എന്ന് തോന്നുന്നത്, വീട്ടിൽ ബാക്കി ആർക്കും അറിയത്തില്ല എന്ന് പറയണം. ഇഷിതയും പറഞ്ഞു, അത് ശരിയാ, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. പക്ഷെ അവരറിഞ്ഞിട്ടുണ്ടെങ്കിലോ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ ഇനിയിപ്പം എൻ്റെ അച്ഛനും ഇഷിതയുടെ അച്ഛനും തമ്മിൽ കാര്യങ്ങളൊക്കെ സംസാരിച്ച് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കോളൂ എന്ന് പറയാണ്. അങ്ങനെ അവർ മനസ്സ് തുറന്ന് സംസാരിക്കുന്നുണ്ട്. മഹേഷ് തന്റെ ഉള്ളിലെ ഇത്രയും കാലം ഒളിപ്പിച്ചു വെച്ച പല കാര്യങ്ങളും ഇഷിതയോട് പറയുന്നുണ്ട്. ഇഷിതയ്ക്കും എന്തെന്നില്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. താൻ ഇത്രയും കാലം ഉദ്ദേശിച്ച പോലെ തന്നെ ഇവർ തമ്മിൽ എന്തൊക്കെ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അവർ തമ്മിൽ അവർക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്നു. അത് അവർ രണ്ടുപേരും തമ്മിൽ തിരിച്ചറിയുവാണ്. അങ്ങനെ സംസാരിച്ച് ഡീലിങ്സ് ആയി കഴിഞ്ഞപ്പോഴത്തേനും മാഷിനെ വിളിക്കുവാണ് ഇഷിത. മാഷ് വന്നു. പിന്നീട് മാഷിനോടും രാമനാഥനോടുമായിട്ട് രണ്ടുപേരും സമ്മതം പറയാണ്. അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു. പക്ഷെ അതിനുശേഷമായിരുന്നു ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടം വന്നേ. സ്വപ്നവല്ലിയോടും പ്രിയാമ്മയോടും കാര്യങ്ങളൊക്കെ പറയണമല്ലോ. പിന്നീട് മാഷ് പ്രിയാമ്മന്റെ അടുത്തേക്ക് എല്ലുവാണ്. പ്രിയാമ്മയുടെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, അതെ പെണ്ണിനും ചെറുക്കനും പരസ്പരം ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. ഇനിയിപ്പോ കല്യാണം ഉറപ്പിച്ചാൽ മതി എന്ന് പറയാം. ഇത് കേട്ട പ്രിയാമ്മനോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് കല്യാണം ഉറപ്പിച്ചേക്കാം എന്ന് പറയണം. പക്ഷെങ്കിൽ ഞാൻ കൂടെ ഒന്ന് കാണണ്ടേ മാഷേന്ന് ചോദിക്കുകയാണ്. നിനക്ക് കാണണോ? പക്ഷെ കണ്ടു കഴിയുമ്പോ പിന്നെ വേറൊന്നും പറഞ്ഞേക്കലെന്ന് പറയാണ്. എന്ത് അല്ല പറഞ്ഞാന്ന് പറയാണ്. അതുപോലെ തന്നെയാണ് രാമനാഥനും പോയി സ്വപ്നവല്ലിയോടും പറയുന്നത്. പിന്നീട് മാഷാണെങ്കിലും പ്രിയാമ്മനെ കുറെ ബ്രെയിൻ വാഷ് ചെയ്തു. കാരണം നമ്മള് ഇഷിതയുടെ നല്ല ജീവിതമാണ് കൂട്ടണ്ടേ. കാരണം സ്വപ്നം കണ്ടേ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടണം, അവളുടെ മനസ്സ് സന്തോഷമായിരിക്കണം. അങ്ങനെ ഒരു കാര്യം കണ്ടുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു കാരണവശാലും നീ എതിരൊന്നും പറയല്ലെന്നൊക്കെ പ്രിയാമ്മനോട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് മഹേഷ് രാമനാഥൻ ചെന്ന്
സ്വപ്നവലിയോട് പറയുന്നത്. കാരണം മഹേഷിന്റെ ചിപ്പിമോളുടെ സന്തോഷമാണ് നമ്മൾ നോക്കണ്ടേ, വേറൊന്നും അല്ല നോക്കണ്ടേ. ഒരു കാരണവശാലും എതിരൊന്നും പറയലെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവസാനമാണ് ആ സത്യങ്ങളൊക്കെ പറയണേ. മഹേഷിന് വേണ്ടി ഇഷിതേനെ, ഇഷിതയ്ക്ക് വേണ്ടി മഹേഷിനോട് ആലോചിച്ചിരിക്കുന്നവള്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണിക്കും സ്വപ്നവലിക്കും സഹിച്ചില്ല. രണ്ടുപേരും ആദ്യം കുറെ ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേങ്കിൽ അവസാനം അവരും അങ്ങനെ സമ്മതിക്കുകയാണ് കല്യാണത്തിന് വേണ്ടിയിട്ട്. കാരണം നോയിക്കഴിഞ്ഞപ്പോഴത്തേനും ഇനി വേറെ മാർഗമില്ല. ഇഷിതയ്ക്കാണെങ്കിലും നല്ലൊരു ജീവിതം ഇഷിതയുടെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലെ ചിപ്പിമോളുടെ അമ്മയാവാനായിട്ട് ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാല് അത് തന്നെ അവളുടെ മനസ്സിൽ ഏറ്റവും വലിയ സന്തോഷമെന്ന് പ്രിയാമണിക്കറിയാം. അങ്ങനെ അവർ തമ്മിൽ ആ ഒരു കരാർ ഒപ്പിടുവാണ്. കാരണം എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടത്താന്നുള്ളത്. അപ്പൊ അതിന്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രചനൻ ആകാശം വെറുതെ ഇരിക്കത്തില്ല. ഈ കല്യാണം മുടക്കാൻ ഏത് വിധേനയും നോക്കും. ഒരു കാരണവശാലും മഹേഷ് നല്ലൊരു ജീവിതം ഉണ്ടായിക്കൂടാ. അത് മാത്രമല്ല അവർ തമ്മിൽ ഒന്നിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചിപ്പിമോളെ ഒരിക്കലും സ്വന്തമാക്കാൻ രചനയ്ക്ക് പറ്റില്ലെന്നുള്ളതാണ്. കാരണം ഇഷിത മഹേഷിന് അനുകൂലമായിട്ടായിരിക്കും കോടതി വന്ന് മൊഴി കൊടുക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ രചനയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാവും. ചിപ്പിമോളെ കിട്ടത്തില്ല. ഇനിയിപ്പം നമ്മൾ കാണാൻ പോകുന്ന ചിപ്പിമോളെ മഹേഷിന് കിട്ടാൻ പോവാണ്. അങ്ങനെ ഇഷിതയും മഹേഷും നമ്മളുടെ വിവാഹമൊക്കെ നടക്കാൻ പോവാ. അതിനുശേഷം ഉണ്ടാകുന്ന കുറച്ച് സംഭവ വികാസങ്ങളും കല്യാണമേളവും ഒക്കെയാണ് കാണാൻ പോകുന്നത്. അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.